ഹിസ്ബുള്ളയിൽ നിന്നും ലെബനോണിനെ സംരക്ഷിക്കാൻ അമേരിക്ക ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുത്തു. ഇറാനുമായി ഒരു ദീർഘകാല അടിസ്ഥാനത്തുള്ള ധാരണയിലെത്താനാണ് അമേരിക്കയുടെ നീക്കമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനിടെ കടൽ സംഘർഷം കടുപ്പിച്ച ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ കൂടി അമേരിക്ക പിടിച്ചെടുത്തു എന്ന് വാർത്തയുണ്ട്. മധു കൊട്ടാരക്കര സാധാരണ ന്യൂജേഴ്സിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഫ്ലോറിഡയിലെ ഡാംബയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ ഡാംബയിൽ എന്താണ് പോയത്? അല്ല അത്യാവശ്യമുണ്ടോ അതോ വേറെ എന്തെങ്കിലും സ്വകാര്യ പ്രശ്നങ്ങളാണോ? സ്വകാര്യ പ്രശ്നമല്ല, സ്വകാര്യ സന്തോഷം. എസ്കെൻ 25 വർഷം പൂർത്തീകരിച്ചിരിക്കുക വിവാഹം ചെയ്തതിന് ശേഷം. അത് ചെറിയ പീരീഡ് അല്ല കേട്ടോ. അമേരിക്കയിലൊക്കെ ആകുമ്പോൾ അത് വളരെ പ്രസക്തി കൂടും. മാത്രമല്ല ഇതിനൊരു പുരസ്കാരം നൽകേണ്ടത് മധുവിനല്ലെന്നും ഞാൻ തിരിച്ചറിയുന്നു. ആളെന്റെ കൂടെ ഉണ്ട്. ആ ഓക്കെ, അദ്ദേഹത്തോടും പറഞ്ഞേക്കൂ എല്ലാ ആശംസകളും. ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. എസ്കെൻ അത് മാത്രമല്ല, അങ്ങയുടെ സുഹൃത്ത് രാജു മൈലപ്രയുടെ ഭവനത്തിൽ നിന്നാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. യുദ്ധ വാർത്തകളെക്കാട്ടിലും അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. എസ്കെൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ വെള്ളത്തിൽ പോകുമോ എന്നുള്ള ടെൻഷനിലാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ്. അത് സാറിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജു മൈലപ്രയോട് പറയുക, ഞാൻ വെള്ളത്തിലാകുമെന്ന് വിചാരിച്ച് അതേ വെള്ളത്തിലാവണ്ടെന്ന് പറഞ്ഞേരെ. തീർച്ചയായിട്ടും. എസ്കെൻ ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള പോലുള്ള ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്കുള്ള ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ളത് ഒരു മുഖ്യ അജണ്ടയായിട്ട് ഇറാനുമായിട്ടുള്ള കരാറിൽ അത് കൊണ്ടുവരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു ഈ ഇസ്രയേൽ ലെബനൻ ചർച്ച നടന്നത്. വളരെ നല്ല രീതിയിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഈ ലെബനൻ അവിടെ ഈ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടിയതായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഇസ്രായേൽ സ്ഥാനപതി അമേരിക്കയ്ക്കും അതുപോലെ US പ്രസിഡന്റിനും JD വാൻസിനും ഒക്കെ നന്ദി പറയുകയും ചെയ്തു. കാര്യം ഇത്തരം ഈ രണ്ട് നേതാക്കളും തമ്മിൽ സമീപകാലത്ത് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ ലെബനോൻ പ്രസിഡന്റിനെയും ഈ ചർച്ചാമേശയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇത്തരം ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ചർച്ച നടക്കുന്നതെന്നാണ് ഇസ്രായേൽ സ്ഥാനപതി പറഞ്ഞത്. അതേസമയം ഇറാനുമായിട്ട് ഒരു ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കരാറിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ദീർഘകാല കരാറായിരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, ആണവായുധം ഉപയോഗിക്കുമോ എന്നൊരു സംശയം പരക്കെ ഉണ്ടായിരുന്നു ഇറാനെതിരെ. എന്നാൽ ആണവായുധം ഉപയോഗിക്കത്തില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം തുടരുകയും ചെയ്യും. ഏതെങ്കിലും കപ്പലുകൾ തടയുകയാണെന്നുണ്ടെങ്കിൽ അവരെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എസ്കൻ ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ന്യൂയോർക്ക് ടൈംസ് ബ്രേക്ക് ചെയ്തതാണ്. പുതിയ അയത്തുള്ള മുജ്തബ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ മുഖത്തിനാണ് കൂടുതൽ പരിക്കേറ്റത്. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് സർജറി വേണ്ടിവരും. ഇപ്പോൾ കുറിപ്പുകളിലൂടെയാണ് അദ്ദേഹം ഈ സന്ദേശം നൽകുന്നതാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത്. SK ഓക്കെ, എന്തായാലും ലോകത്ത് ടെൻഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ കുറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മധു കൊട്ടാരക്കരയ്ക്ക് സമീപം തന്നെ ഉണ്ടോ നമ്മുടെ സപ്ന കൊട്ടാരക്കര? ഒന്ന് സപ്നയും കൂടെ ഒന്ന് മുഖം കാണിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഹായ് സപ്ന. സപ്നയ്ക്ക് എന്തായാലും ഞങ്ങളൊരു ഒരു ധീരപരിവേഷത്തിന്റെ ഭാഗമായിട്ട് വലിയൊരു ഒരു പുരസ്കാരം സമ്മാനിക്കാൻ തീരുമാനിച്ചു. ഇതേപോലെ ഒരു കടുകെട്ടിയായ മനുഷ്യൻ്റെ കൂടെ 25 കൊല്ലം ദാമ്പത്യത്തിൽ തുടർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അമേരിക്കൻ പ്രസിഡന്റൊക്കെ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 25 കൊല്ലക്കാലം വിലയിരുത്തുമ്പോൾ സപ്നയ്ക്ക് എന്താ ഇപ്പൊ തോന്നുന്നത്? വേണ്ടാത്തൊരു കളിയായി പോയെന്ന് തോന്നുന്നോ? ഞാൻ ലക്കിയാണ് മച്ചാൻ്റെ കൂടെ. മധു അൺലക്കിയാണെന്നാണ് പറയുന്നത്? അല്ല, ഞാൻ ലക്കിയാ, മച്ചാനും ലക്കിയാ. ഓക്കെ, എന്തായാലും നമ്മുടെ രാജു മൈലപ്രയോട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിച്ചേക്കണം. ഞാൻ വെള്ളത്തിലൊന്നും വീഴത്തില്ല, അതുകൊണ്ട് അദ്ദേഹം സുരക്ഷിതമായിരിക്കണം. അമേരിക്കയിലൊക്കെ വെള്ളക്കെട്ടുണ്ടെന്ന് എനിക്കറിയാം, അത് സൂക്ഷിക്കാൻ പറയണമേ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹ ആശംസകൾ. നിങ്ങൾ ഈ പശ്ചിമേഷ്യൻ സമാധാനക്കേടിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ സ്വന്തം പശ്ചിമേഷ്യയെക്കുറിച്ച് മാത്രം ആലോചിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സപ്ന കൊട്ടാരക്കര ആൻഡ് മധു കൊട്ടാരക്കര. 2 കൊട്ടാരക്കരമാർ ചേർന്നാൽ 3ാമതൊരു കൊട്ടാരക്കരയായിരിക്കും. അതാണ് ഞാൻ. ഓക്കെ, താങ്ക് യു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.